നമ്മൾ ഈ കനാനായ സമുദായത്തിന്റെ മാത്രം പാത്രിർക്കീസ് അല്ലല്ലോ ഈ പാത്രിർക്കീസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ യാക്കോബായക്കാരുടെ പാത്രിർക്കീസ് ആണ്. അപ്പൊ ഈ പാത്രിർക്കീസ് ബാവായുടെ ചിത്രം കത്തിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും അങ്ങനെ അവഹേളനപരമായിട്ട് ഈ കനാനായ പള്ളികളിൽ ചെയ്തിട്ട് നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? പ്രതികരിക്കും. വേറെ കാര്യമാണ്, അതിപ്പം പല രീതിയിലുള്ള ആൾക്കാരാണ്. നമുക്കറിയാമല്ലോ, ഓരോ സഭകളിലാണ് ഇരിപ്പേണ്ട. അവിടെ മുന്നോട്ട് കുർബാന വേണോ പുറകോട്ട് കുർബാന വേണോ എന്ന് പറഞ്ഞ് വിളിച്ച അവിടെ എറണാകുളത്തുണ്ടല്ലോ, അങ്ങോട്ട് തിരിയണം. എന്തെല്ലാം അവിടെ കാണുന്നേ, അച്ഛന്മാരുടെ കാസായി ബിലാസായി എടുത്ത് എറിയല്ലേ, മേശകൾ മറിച്ചിടുകയല്ലേ, അച്ഛനെ പിടിച്ച് കുപ്പായം കീറി വിടുകയല്ലേ. അപ്പൊ അങ്ങനെ തീർച്ചമാന്മാരൊക്കെ ഉണ്ട്, അതില്ലെന്ന് നമ്മൾ പറയത്തില്ല. അവരെ മുഴുവൻ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ പോലീസ് അധികാരമൊന്നുമില്ല. അത് ഓരോ വ്യക്തി, അപ്പം ഗ്രാനായ സമുദായത്തിന്റെ വല്ല തെരഞ്ഞെടുക്കപ്പെട്ട വല്ല സ്ഥാനത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ അത് സമുദായ മെത്രാപ്പോലീത്തായുമായിട്ട് നിൽക്കുന്നവരോ അങ്ങനെ അതിപ്പോ ജനം പലവിധമായ രീതിയിൽ ഓരോ ചെയ്തിരിക്കും. അതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നിങ്ങൾ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, പക്ഷെ അപലപിക്കാൻ പറ്റുമല്ലോ. ഒരിക്കലും ശരിയാണെന്ന് നമ്മൾ പറയത്തില്ലല്ലോ. നമ്മൾ അതിനോടൊന്നും യോജിക്കത്തില്ല. തെറ്റാണെന്ന് പറഞ്ഞു. ഒരു കാലത്ത് നമ്മൾ യോജിക്കത്തില്ല അതിനോടൊന്നും. പക്ഷെങ്കിൽ ബാവ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആൾക്കാർ ഒരു സമുദായത്തിന്റെ മെത്രാപ്പോലീത്തായെ അകാരണമായി സസ്പെൻഡ് ചെയ്യുന്ന ജനങ്ങൾക്ക്. ഞാൻ പറയുന്നത് ഇപ്പം ഈ സേവേറിയസ് തിരുമേനിയുടെ ഒരു ചിത്രം മറുഭാഗക്കാർ കത്തിക്കുകയോ ചവിട്ടുകയോ എല്ലാം ചെയ്തോ? മറുഭാഗക്കാരോ? അതിപ്പം ചവിട്ടുകയോ ഒന്നും വേണ്ട. ഇതിനകത്ത് എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പലരും കാണുന്നതാ. അതല്ലേ അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിലാണ് ഞാൻ എന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഇട്ടുതരാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പുറത്ത് നിൽക്കുന്ന, ഞാൻ കനാനായ സമുദായത്തിന്റെ കമ്മിറ്റിയിലുള്ള ആളല്ല. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാണ് ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടീസ് ആണ്. ഇപ്പൊ ഞാനടക്കമുള്ള 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഇത് കാണുന്നത്. അപ്പൊ നിങ്ങൾ കനാനായ പള്ളികളിൽ പാത്രികീസ് ബാവായുടെ ചിത്രം കത്തിക്കുന്നു, ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ മറുഭാഗം സേവേറിയസ് തിരുമേനിക്കെതിരായിട്ട് അങ്ങനത്തെ ഒരു ചിത്രം കത്തിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അവര് കുറെ കൂടെ അല്ല, ഞങ്ങൾ പുറത്തുനിന്നുള്ളവർ നോക്കുമ്പം ഈ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പൊ ഞാൻ ബ്രദറിനോട് പറഞ്ഞല്ലോ, പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്നാൽ ഇവരുടെ ഓൺലൈനിൽ കിടപ്പുണ്ട് ഈ സമുദായ മെത്രാപ്പോലീത്തായെ എന്തെല്ലാം ചിത്രം പഠിച്ചാൽ അവിടെ സംസാരം വരുന്നില്ലല്ലോ. അദ്ദേഹത്തെ ഇതുപോലെ അധിക്ഷേപിക്കാനായിട്ട് ഇനി ഒന്നുമില്ല. അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ ചാരം കഴിയുമ്പോൾ ഇട്ടുതരാം. അതുപോലെ പബ്ലിക്കായിട്ട് ലൈവ് വിട്ടുകൊണ്ട് അത് ഞങ്ങളെ ഇവിടെ ഭരണത്തിലിരിക്കുന്ന അവരുടെ സ്റ്റാൻഡേർഡ് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും പ്രൊമോട്ട് ചെയ്ത് പ്രസിദ്ധീകരിക്കാറില്ല. എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അപമാനം ആണല്ലോ വരുന്നത്. അതുപോലെയുള്ള അപമാനങ്ങൾ നടത്തുന്നത് എന്തുമാത്രം ഉണ്ട്, അതിന്റെ വീഡിയോകൾ മുഴുവൻ ഇട്ടുതരാം. അതൊക്കെ ഞാൻ പറയുന്നത് ഈ പൊതുസമൂഹം അല്ലെങ്കിൽ മറ്റാളുകൾ യാക്കോബായക്കാരും അങ്ങനെയുള്ള ഞങ്ങളൊക്കെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളെ ചോദിക്കുന്നത്, അല്ലാതെ നമ്മളൊരു വഴക്കുണ്ടാക്കുന്നതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ് ഈ പാത്രികീസ് ബാവായെ ഇങ്ങനെ ഒരു കടലാസിൽ ഇങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ട് ഇപ്പം ഇന്ത്യൻ ഓർത്തഡോക്സുകാർ സ്റ്റിൽ അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവർ മാറ്റുന്നില്ല, അവരുടെ തുബ്ദനിലും വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഒരു ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ അവർക്ക് പാത്രികീസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു മൃതപ്രായമായിട്ട് പാത്രികീസിനെ ഇങ്ങനെ വെക്കാനാണോ നിങ്ങളുടെ നിർദ്ദേശം? അതാണോ നിങ്ങളുടെ? ഞങ്ങൾ ഒരിക്കലും അല്ലേ ഈ വിഷയങ്ങൾ തീർക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ജനങ്ങളാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ 95% ആൾക്കാരും സമുദായ പള്ളികളും സമുദായ മെത്രാപ്പോലീത്തായും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഒരു 5% ആൾക്കാരേ ഉള്ളൂ ഈ പറയുന്നത്. ഈയിടെ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിനകത്ത് നമുക്കറിയാം, അവിടെ വന്ന ആൾക്കാരുടെ ഫേസ് കാണുമ്പോൾ അറിയാം യാക്കോബായ സഭയിൽ നിന്നും അല്ല അവിടെ പെന്തിക്കോസിൽ പോയവരും ഞങ്ങളുടെ എൻഡോഗമി തെറ്റിച്ചവരും ഒക്കെയാണ് അതിൽ കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നതിന് വേണ്ടിയല്ല. പക്ഷെങ്കില് ഞങ്ങള് ഒരു തീർക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. 95% ആൾക്കാർ നിൽക്കുകയാണ് ഒരു സമയത്ത്. പക്ഷെ സമുദായ മെത്രാപ്പോലീത്ത മാറി നിന്നതിന് ശേഷം മാത്രമേ ചെയ്യാം. അപ്പൊ ആർക്കാ ചാർജ്? ഒരു ചാർജ് കൊടുത്തിട്ടുണ്ട്, ഒരാൾക്ക് ചാർജ് കൊടുത്തു. അതൊക്കെ ശരിയായ കാര്യമാണോ? ഒരു സമുദായ മെത്രാപ്പോലീത്തായെ സസ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം ഒരു അപ്പോളജി എഴുതി കൊടുക്കുന്ന പറഞ്ഞാൽ ആ അപ്പോളജി ലെറ്ററും കോടതി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ രസം. അതും കോടതി കൊടുത്തിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് ഒരു സൈഡ് ഒരാൾ നിൽക്കരുത്. ഒരു അഡ്മിനിസ്ട്രേറ്റർ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് എല്ലാ ഇതിലുള്ള രണ്ടു കൂട്ടരും ഒരു സൈഡ് നിൽക്കാൻ പാടില്ല. അങ്ങനെ ആ അപ്പോളജിയെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അടുത്ത ഒരാളെ അവിടെ നിയമിക്കുകയും ചെയ്തു.
അപ്പൊ ഇദ്ദേഹം ഇറങ്ങി പോകണമെന്നല്ലേ എന്റെ അർത്ഥം.